കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 3 പേർക്ക് ദാരുണാന്ത്യം. ചുമട്ടുതൊഴിലാളികളായ ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് മേയർ ഒ സദാശിവൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. തീർച്ചയായിട്ടും ഇതിന്റെ അകത്തേക്ക് ഒരാൾക്കും ഇനി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംവിധാനം എൻ്റെ അറിവിലില്ല. ഞാൻ പരിശോധിച്ചേ പറയാൻ കഴിയുള്ളൂ കേട്ടോ. ആ പീസിൽ എന്ത് നടപടിക്രമങ്ങൾ നീങ്ങി എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് പറയാം കേട്ടോ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രതിപക്ഷ കൗൺസിലേഴ്സ് ആവശ്യപ്പെട്ടു. കോർപ്പറേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച BJP നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആദ്യം ദിലീഷയിലേക്കാണ്. ദിലീഷ, വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 3 പേർ മരിക്കുന്നു, അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നുണ്ട് കുറച്ചുപേർ. അവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ്? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 10-50 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരുപാട് ആളുകൾ പെട്ടെന്ന് വലിയൊരു അപകടം സംഭവിക്കുന്നു. തങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട 3 പേരെ നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും തീരാവേദനയിൽ തന്നെയാണ് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോട് ബീച്ച് താലൂക്ക് ആശുപത്രിയിലാണ്. 3 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെയാണ് ഉള്ളത്. ജബ്ബാർ, അതുപോലെ തന്നെ അഷറഫ്, ബഷീർ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇവിടെയാണ് ഉള്ളത്. അതിൽ 2 പേരുടെ നില അല്പം ഭേദപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതായത് വിനോദ്, കോയ, ഈ 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ അവസ്ഥ നില ഗുരുതരമല്ല എന്ന് തന്നെയാണ് നിലവിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കുന്നത്. എന്നാലും 3 പേരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ അപകടം നടക്കുമ്പോൾ വലിയങ്ങാടിയിൽ 7 പേരാണ് അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 5 പേരാണ് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയത്. ഉടനെ തന്നെ തൊഴിലാളികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി തൊട്ടടുത്ത കോഴിക്കോട് ബീച്ച് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. 2 പേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെയൊക്കെയാണ് എത്തിച്ചതെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിനോദിനെ മാറ്റുകയായിരുന്നു. തൊട്ടു പിന്നാലെ കോയയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ 3 പേരുടെ മൃതദേഹമാണ് ഇവിടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലുള്ളത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചർച്ചകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഒരാളുടെ പോസ്റ്റ്മോർട്ടം നിലവിൽ ഇവിടെ നടക്കും. 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 2 പേരുടെ മൃതദേഹം അല്പസമയത്തിനകം മാറ്റും. നിലവിൽ ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുക്കളുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വളരെ വേഗത്തിൽ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം നിലവിലെടുത്തത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് തന്നെ പൂർണ്ണമാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടോ? അമൃത, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കി മൃതദേഹം എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും 2 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതിനായിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കുകയാണ്. അല്പസമയത്തിനകം 2 പേരുടെയും മൃതദേഹങ്ങളുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വലിയങ്ങാടിയിലെ ഒട്ടനവധി തൊഴിലാളികൾ, അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾ, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അതീവ ദാരുണമായിട്ടുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബന്ധുക്കളെല്ലാം തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. 10-50 വർഷത്തോളം ഒരുമിച്ച് താമസിച്ച ആളുകൾ, ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകൾ, ഇവർ വ്യാപാരികളെല്ലാം തന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം നേരത്തെ തന്നെ ഇത്തരത്തിൽ കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു എന്ന് കോർപ്പറേഷൻ അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു അപകടം ഉണ്ടായതിനു ശേഷമല്ലല്ലോ അതിനൊരു പ്രിക്കോഷൻ സ്വീകരിക്കേണ്ടത്. ശരി ദിലിഷ, മടങ്ങിയെത്താം. ഇപ്പോൾ ദിലിഷ ബീച്ച് ഹോസ്പിറ്റലിലാണുള്ളത്. മരിച്ച 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ അവിടെയാണുള്ളത്. ഒരാളുടെ മൃതദേഹം അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.